ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്തയിൽ പ്രതിഷേധം തുടരുകയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജ് അഴിമതിയിൽ ബംഗാൾ പൊതുമരാമത്ത് വകുപ്പിന് CBI നോട്ടീസ് അയച്ചു. സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഗവർണർ CV ആനന്ദബോസ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളുമായി കൂടിക്കാഴ്ച നടത്തി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ 18 ദിവസങ്ങൾ പൂർത്തിയായിട്ടും പുരോഗതി വിശദീകരിക്കാൻ CBI തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൊൽക്കത്തയിൽ വ്യാപക പ്രതിഷേധങ്ങൾ തുടരുകയാണ്. മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിന്റെ പുറത്തുവന്ന ചിത്രം സംബന്ധിച്ച് കൊൽക്കത്ത പോലീസിന്റെ വിശദീകരണത്തിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തുവന്നു. മൃതദേഹം കിടക്കുന്ന മുറിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞത് വിവാദമായ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായുള്ളവർ മാത്രമാണ് മുറിയിലുണ്ടായിരുന്നതെന്നാണ് പോലീസ് നൽകിയ വിശദീകരണം. എന്നാൽ 1-ാം വർഷ ബിരുദാനന്തര ട്രെയിനിയായ ഡോക്ടർ അവിക് ഡേയാണ് വിരലടയാള വിദഗ്ധനെന്ന് പോലീസ് അവകാശപ്പെട്ടതെന്ന് IMA പ്രതികരിച്ചു. അതിനിടെ മെഡിക്കൽ കോളേജിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് CBI നോട്ടീസ് അയച്ചു. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മൃതദേഹം കണ്ടെത്തിയ അരമണിക്കൂറിന് ശേഷം രാവിലെ 10 മണിയോടെയാണ് തന്നെ വിവരം അറിയിച്ചതെന്നാണ് സന്ദീപ് ഘോഷ് നൽകിയ മൊഴി. അതേസമയം സംസ്ഥാനത്ത് സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിലെത്തിയ ഗവർണർ CV ആനന്ദബോസ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും ആരോഗ്യമന്ത്രി JP നദ്ദയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24 ഡൽഹി.